ഹലോ എവരിവൺ, MBA ക്ലൗഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മള് ക്യാറ്റ് എക്സാം 2021 ക്യാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ആയിട്ടുള്ള പ്രിപ്പറേറ്ററി വീഡിയോ സീരീസ് നമ്മൾ ആരംഭിക്കുന്നു. നമ്മൾ ക്യാറ്റ് വളരെ ഡെപ്ത് ഉള്ള ഏരിയ ആണ്. എന്നിരുന്നാലും നമ്മൾ അതിനകത്ത് കുറച്ച് സെക്ഷൻസും കുറച്ച് ടിപ്സുകളും അല്ലെങ്കിൽ സ്ട്രാറ്റജീസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ നമ്മൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം വളരെ പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു എക്സാം ആണ്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ടഫസ്റ്റ് എക്സാം ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു എക്സാം ആണ് ക്യാറ്റ് എന്നുള്ളത്. അപ്പൊ നമുക്ക് മുഴുവനായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റത്തില്ലെന്ന് സ്വാഭാവികമായിട്ടൊന്ന് ഊഹിക്കാം. പക്ഷെ എന്നാലും നമുക്ക് ചില ഏരിയാസ് ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അതിൽ ഒരു എക്സാം ഇൻട്രൊഡക്ഷൻ, എക്സാമിന്റെ ബേസിക് ആയിട്ട് നമ്മൾ എസെൻഷ്യൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എക്സാം പാറ്റേൺ, എക്സാമിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ, അഗെയിൻ കട്ട് ഓഫ് സ്കോറിന്റെ ഒരു രീതി, ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ആരെങ്കിലും ഒക്കെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ MBA ക്ലൗഡ് ഈസ് എൻ എക്സ്ക്ലൂസീവ് പ്ലാറ്റ്ഫോം ഫോർ MBA റിലേറ്റഡ് കോണ്ടന്റ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങൾ സുഹൃത്തുക്കളായിട്ടൊക്കെ പങ്കുവയ്ക്കുക. നമ്മൾ സ്ട്രേറ്റ് അവേ നമ്മുടെ മാറ്ററിലേക്ക് കിടക്കാം. വിഷയം ക്യാറ്റ് 2021, ക്യാറ്റ് എക്സാം 2021 ആണ്. കോമൺ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നറിയപ്പെടുന്ന ക്യാറ്റ് ഇന്ത്യയിലെ ലീഡിംഗ് MBA കോളേജുകൾ അല്ലെങ്കിൽ ലീഡിംഗ് B സ്കൂളുകളിലേക്ക് പ്രവേശനത്തിന് വേണ്ടി നടത്തുന്ന ഏതെങ്കിലും IIMകൾ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഏതെങ്കിലും IIMകളാണ് സാധാരണ ക്യാറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. ഇത്തവണ ക്യാറ്റ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ സൂചിപ്പിച്ചിട്ടുണ്ട്. ആ വീഡിയോ മിസ്സായ ആൾക്കാർ, ക്യാറ്റിന്റെ രജിസ്ട്രേഷൻ ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ നമ്മൾ ഓൾറെഡി ചെയ്തിരുന്നു, ഓഗസ്റ്റ് ഫസ്റ്റ് വീക്ക് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ആർക്കും മിസ്സായ ആൾക്കാർക്ക് അത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ഇത്തവണ IIM അഹമ്മദാബാദ് ആണ് ഇത്തവണത്തെ ക്യാറ്റ് ഓർഗനൈസ് ചെയ്യുന്നത്. നിങ്ങൾ ക്യാറ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും അറിയാമായിരിക്കും, ഓൾറെഡി ക്യാറ്റിന്റെ പ്രോസസ്സ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അത് കഴിഞ്ഞ പ്രീവിയസ് വീഡിയോ ചെയ്താണ്. രജിസ്ട്രേഷൻ ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോ ഉൾപ്പെടുന്നില്ല, കാരണം അത് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. അപ്പൊ നമുക്ക് സെപ്റ്റംബർ 15 വരെ നമുക്ക് ക്യാറ്റിന് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ നമ്മള് സെപ്റ്റംബർ 15 ഇനിയും നമുക്ക് കുറച്ച് ദിവസം കൂടെ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു 25 ഡേയ്സും കൂടെ ഉണ്ട്. പക്ഷെ എന്നാലും ലാസ്റ്റ് ഡേറ്റിലേക്ക് നീട്ടി വെക്കണ്ട, ഹർബറി ആവും. നമ്മൾ നേരത്തെ തന്നെ എത്രയും പെട്ടെന്ന് ക്യാറ്റ് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർ, ക്യാറ്റ് എഴുതുന്ന ഊഹിച്ചിട്ടുള്ള ആൾക്കാർ, ഉദ്ദേശിച്ചിട്ടുള്ള ആൾക്കാർ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക എന്നാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി ഇത് ആർക്ക് ക്യാറ്റ് എഴുതാം? ഒരു സ്വാഭാവികമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും ക്യാറ്റ് എന്നുള്ളത്. കാരണം നമ്മുടെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ കുറെ ആൾക്കാർ ഇപ്പൊ KMAT എഴുതിയ ആൾക്കാരുണ്ടാവും. അപ്പൊ ക്യാറ്റ് ആക്ച്വലി കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഈ എക്സാം 2022 MBA അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. 2022 MBA അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ 2021 നവംബർ മാസത്തിലാണ് എക്സാം നടക്കുന്നത്. ഒരു ജനുവരിയിലൊക്കെ നമുക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം. അപ്പൊ 2022 ജാനുവരി. അപ്പൊ 2022 സ്വാഭാവികമായിട്ട് 2022 അഡ്മിഷന് വേണ്ടിയാണ് ഈ ക്യാറ്റ് നടക്കുന്നത്. ഓക്കെ, അപ്പം 2022 അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട നിരവധി എക്സാംസുകൾ ഓൾ ഇന്ത്യ ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ഒക്കെ വരുന്നുണ്ട്. മറ്റ് MBA എൻട്രൻസ് എക്സാംസ്, അതായത് ക്യാറ്റും KMATും നിങ്ങൾക്ക് ഒരു പരിധിവരെ അറിയാം, CMAT അറിയായിരിക്കും. അതുകൂടാണ്ട് തന്നെ പല പല എക്സാമുകൾ ഓൾ ഇന്ത്യ ലെവലിലൊക്കെ നിരവധി എക്സാംസുകൾ, പ്രധാനപ്പെട്ട എക്സാംസുകളുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയും നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയും കൂടെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നു. നമുക്ക് 2022 ബാച്ചിലേക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ആ വീഡിയോയും വളരെ ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ബേസിക്കലി ഇതാണ് ക്യാറ്റിന്റെ വിവരങ്ങൾ. ഇത് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൽ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. രജിസ്ട്രേഷൻ റിലേറ്റഡ് വീഡിയോ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് ഉള്ള വീഡിയോ നമ്മൾ നോക്കുക. അപ്പൊ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് കിടക്കാം. എക്സാമിന്റെ പാറ്റേൺ, ക്യാറ്റ് എക്സാമിന്റെ പാറ്റേൺ യൂഷ്വലി നമ്മൾ കണ്ടുവരുന്നത് ഒരു 3 ഏരിയസ് ആണ്. VRC എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന വെർബൽ ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ, LRDA എന്നറിയപ്പെടുന്ന ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, ക്വാന്റ്. ഇങ്ങനെ 3 ഏരിയാസ് ആണ് നമുക്ക് ക്യാറ്റ് എക്സാമിനായിട്ട് വരുന്നത്. കഴിഞ്ഞ വർഷം മുതൽ ക്യാറ്റിന്റെ പാറ്റേണിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. യൂഷ്വലി ക്യാറ്റിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ക്യാറ്റിൽ കണ്ടാറ്. പക്ഷെ കഴിഞ്ഞ വർഷം ക്യാറ്റിന് നമുക്ക് 76 ചോദ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. 76 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കഴിഞ്ഞ തവണ ക്യാറ്റിന് ഉണ്ടായിരുന്നത്. കഴിഞ്ഞ തവണ 76 ക്വസ്റ്റ്യൻ എന്നുള്ളത് 2 മണിക്കൂറായിട്ട് മാറുകയും ചെയ്തു. അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ ക്യാറ്റിന് 3 മണിക്കൂർ എക്സാം ആയിരുന്നു. കഴിഞ്ഞ വർഷം അതൊരു 2 മണിക്കൂർ എക്സാം ആയി മാറി. കോവിഡ് സിറ്റുവേഷൻ കൊണ്ടൊക്കെയാണ് അങ്ങനെ ആയിട്ടുള്ളത്. ഈ വർഷവും അങ്ങനെ തന്നെ 2 മണിക്കൂർ എക്സാം ആയിട്ടാണ് നോട്ടിഫിക്കേഷനിലൊക്കെ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പം എക്സാം പാറ്റേൺ അല്ലെങ്കിൽ എക്സാമിന് ചോദ്യങ്ങളുടെ ഒരു റേഷ്യോ ഒക്കെ ഒരുപക്ഷെ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ
പ്രൊപ്പോർഷനായിട്ട് തുടരാനായിട്ട് സാധ്യത. കഴിഞ്ഞ വർഷം വെർബൽ വെർബൽ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ വെർബൽ ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് 26 ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ലോജിക്കൽ റീസണിങ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഏരിയയിൽ നിന്ന് 24 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് ക്വാണ്ടിൽ നിന്ന് കഴിഞ്ഞ വർഷം 26 ക്വസ്റ്റ്യൻസ് ആണ്. ഇങ്ങനെയാണ് ഏകദേശം ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ക്യാറ്റ് ഒരു 3 സ്ലോട്ടിലാണ്. ഇപ്പൊ എക്സാം ഡേ തന്നെ 3 സ്ലോട്ടിലാണ് ക്യാറ്റ് എക്സാം നടക്കുന്നത്. 3 സ്ലോട്ട്സ് ഉണ്ട്. അപ്പം ഈ സ്ലോട്ടിൽ തന്നെ ഡിഫിക്കൽട്ടി ലെവലൊക്കെ ഏകദേശം സെയിം ആണ് വരുന്നത്. കാരണം അത്രയും ഡെപ്തിൽ അനലൈസ് ചെയ്ത് ഡിഫിക്കൽട്ടി ലെവലും ഏരിയാസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് പേപ്പർ സെറ്റ് ചെയ്യുന്നത്. അപ്പം 3 സ്ലോട്ടിൽ ഒരു പരാതിക്ക് ഇടതരാത്ത രീതിയിൽ ഈക്വൽ ആയിട്ട് ഡിഫിക്കൽട്ടി ലെവലിലും ഡിസ്ട്രിബ്യൂഷനും ഈ ക്വസ്റ്റ്യൻ അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പൊ 3 സ്ലോട്ടിലായിട്ടാണ് എക്സാം നടക്കുന്നതെന്ന് പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി അപ്പോൾ ഇതാണ് കഴിഞ്ഞ വർഷത്തെ ഒരു ട്രെൻഡ്. 26, 24, 26. അപ്പൊ ഏകദേശം ഇങ്ങനെ തന്നെ ഈ വർഷം തുടരാനാണ് നമുക്ക് സാധ്യത. ഓക്കെ, എക്സാം പാറ്റേണുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ടുള്ള പറയുന്ന ഒരു കാര്യം ഇതാണ്. ഇനി ഏറ്റവും വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞൊരു എക്സാം ആണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രിപ്പറേഷൻ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് ഓരോ സെക്ഷനിലേക്ക് വേണമെങ്കിൽ നമുക്ക് ഓരോ സെക്ഷനിലെ ഏരിയാസ് വെച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ ഞാൻ ഓരോ സെക്ഷനിലെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കുകളിലേക്ക് നമുക്കൊന്ന് വരാം. നമ്മൾ ആദ്യം തന്നെ വെർബൽ ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. വെർബൽ ആൻഡ് റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുന്ന പാർട്ടിനകത്താണ്. അപ്പൊ ഇതിനകത്ത് പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു കമ്പണന്റ് റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്താന്ന് നമ്മൾ KMAT റിലേറ്റഡ് ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ KMAT-ന്റെ ഒക്കെ വളരെ ഈസി ആയിട്ടുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ്. ക്യാറ്റിന്റെ പ്രത്യേകത വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള നല്ല ഇൻഡെപ്ത് അനാലിസിസ് ആവശ്യമുള്ള റീഡിംഗ് കോംപ്രിഹെൻഷൻ, അതായത് പാരഗ്രാഫ് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് ക്യാറ്റിന് വരുന്നത്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് ഒരു പാർട്ട്. മറ്റൊരു പാർട്ട് ക്രിട്ടിക്കൽ റീസണിംഗ് ആണ്. ക്രിട്ടിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. അതും വെർബൽ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ തന്നിട്ടുള്ള അനലൈസ് ചെയ്യുന്ന രീതിയിൽ ക്രിട്ടിക്കൽ റീസണിംഗ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്. ചില ക്യാറ്റ് എക്സാമുകൾക്ക് ഗ്രാമർ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഗ്രാമറിന് അത്ര ഇമ്പോർട്ടൻസ് കണ്ടില്ല. അപ്പൊ ഗ്രാമർ എന്ന് പറയുന്ന ഏരിയയും ചിലപ്പോൾ നമ്മൾ വെർബൽ പാർട്ടിൽ കാണാൻ പറ്റും. അപ്പൊ ഇതിൽ റീഡിംഗ് കോംപ്രിഹെൻഷന് നല്ലൊരു വെയിറ്റേജ് ഉള്ള ഒരു എക്സാം ആണ്. റീഡിംഗ് കോംപ്രിഹെൻഷൻ ആണ് ക്രിട്ടിക്കൽ റീസണിംഗ്, രണ്ടിനും വളരെ ഹെവി വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്, പിന്നെ എക്സാം ആണ് ക്യാറ്റ് എന്ന് പറയുന്നത്. അപ്പം അടുത്ത ഏരിയ LRDA അല്ലെങ്കിൽ ലോജിക്കൽ റീസണിംഗ് ആൻഡ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പൊ ഡാറ്റ ഇന്റർപ്രിട്ടേഷനകത്ത് പേര് സൂചിപ്പിക്കുന്ന 2 ഏരിയ ആണുള്ളത്. ഫസ്റ്റ് വൺ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ആണ്. ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ KMAT-ൽ നിന്ന് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഏരിയാസ് സാധാരണ വരുന്നില്ല. CMAT-ലും മാറ്റിലൊക്കെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ബേസിക്കലി നമുക്കൊരു ഡാറ്റ ഉണ്ടാവും. ചിലപ്പോൾ അത് ഗ്രാഫ് ആയിട്ടൊക്കെ ആയിരിക്കും. പലതരത്തിലുള്ള ഗ്രാഫ് ഉണ്ട്. പൈ ചാർട്ടോ അല്ലെങ്കിൽ ഗ്രാഫോ ചാർട്ടോ ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് ഡാറ്റ തന്നിട്ടുണ്ട്. ചിലപ്പോൾ ഒരു കമ്പനിയുടെ ഗ്രോത്തിനെ പറ്റിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ ആയിരിക്കും, പലതരത്തിലുള്ള ഇൻഫർമേഷൻ ആയിരിക്കും ഗ്രാഫിൽ തരുന്നുണ്ടാവും. അപ്പൊ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനലൈസ് ചെയ്തിട്ട് പല വർഷങ്ങളിലെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ഡാറ്റ ഒക്കെ ആയിരിക്കും അതിന് ഇന്റർപ്രറ്റ് ചെയ്ത് കമ്പയർ ചെയ്യാനൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയ ചോദ്യങ്ങളൊക്കെ ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാവാം. അപ്പം നമ്മൾ നല്ല അനാലിസിസ് ഒക്കെ ആവശ്യമുള്ള ഒരു ഏരിയയാണ് ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ. അതാണ് ഒരു കാറ്റഗറി ക്വസ്റ്റ്യൻ. again സെക്കൻഡ് കാറ്റഗറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിംഗ് ആണ്. ലോജിക്കൽ റീസണിംഗ് അല്ല, അതിനകത്ത് റിലേറ്റഡ് പസിൽ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ലോജിക്കൽ റിലേറ്റഡ് ആയ ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. അതുപോലെ കാറ്റഗറി ക്വസ്റ്റ്യൻസ് ഉണ്ട്. കുറെയൊക്കെ KMAT നമ്മൾ കണ്ട മോഡൽസ് ആണ്. പക്ഷെ ഡിഫിക്കൽട്ടി ലെവല് ഭയങ്കര ഹൈ ആയിരിക്കും അല്ലെങ്കിൽ വളരെ ടഫ് ആയിരിക്കും. അതാണ് ഇതിനകത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഏരിയ എന്ന് പറയുന്നത് ക്വാണ്ട് ആണ്. ക്വാണ്ടിറ്റേറ്റീവ് സെക്ഷൻ ആണ്. അത് ഡെപ്ത് ആയിട്ട് ഞാൻ പറയാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം എന്തൊക്കെ ഏരിയാസ് ആണ് വരാൻ സാധ്യത എന്നുള്ളത്. അപ്പൊ ഇതിൽ ഈ 3 ഏരിയാസുകൾ നമ്മൾ നോക്കുമ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേകമായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെർബൽ പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലാംഗ്വേജിന്റെ സ്ട്രെങ്ത് ആണ് ടെസ്റ്റ് ചെയ്തത്. നമുക്ക് നല്ല റീഡിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം വൊക്കാബുലറി മറ്റു കാര്യങ്ങൾ സ്ട്രോങ് ആണെങ്കിൽ വെർബൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതൊരു ഒരു പരിധി വരെ ഒരു ബോൺ ടാലന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. കുറച്ച് പ്രാക്ടീസിലൂടെ എടുക്കാം. പക്ഷെ എന്നാലും അത് ഒരു പരിധി വരെ നമ്മുടെ ഒരു ബോൺ ടാലന്റ് അല്ലെങ്കിൽ ഇംഗ്ലീഷിലുള്ള പരിജ്ഞാനം നമുക്ക് ബേസ് ആയിട്ട് എത്രത്തോളം ഉണ്ട് എന്നതിന് ബേസ് ആയിരിക്കും വെർബൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമ്മൾ പ്രാക്ടീസിലൂടെയും പ്രിപ്പറേഷനിലൂടെയും കുറെയൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. പക്ഷെ എന്നാലും അതൊരു ബേസ് എപ്പോഴും ആവശ്യമാണ്. അതേസമയം ഇതിനകത്ത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടൊരു ഇമ്പോർട്ടന്റ് ഏരിയ എന്ന് പറയുന്നത് ലോജിക്കൽ റീസണിംഗ് അല്ലെങ്കിൽ LRDA. നമ്മൾ ഒരിക്കലും സ്കൂളുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലോ ഒന്നും പഠിക്കുന്ന ഒരു പാർട്ടല്ല ഈ പറയുന്ന LRDA എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവർക്കും ആക്ച്വലി ഒരു 0 ലെവൽ, അപ്പം എല്ലാവർക്കും ഒരു മുമ്പ് പ്രീവിയസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഒരു ഏരിയ ആണ് എല്ലാവർക്കും LRDA എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രാക്ടീസ് ആണ് നമ്മുടെ LRDA നമുക്ക് കൂടുതൽ സ്കോർ ചെയ്യാനായിട്ട്
നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഒരു ഏരിയ സ്ട്രാറ്റജി പ്ലാൻ ചെയ്യുക. വെർബലിലൊക്കെ നമ്മൾ വീക്ക് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ LRDA ഒക്കെ ആയിരിക്കും. അതുപോലെ മറ്റൊരു ഏരിയ ആണ് ക്വാണ്ട്. ക്വാണ്ടിനകത്ത് ക്യാൻഡിഡേറ്റ് സെക്ഷനിൽ ഒന്നുകൂടെ വരാം. പക്ഷെ ക്വാണ്ടിനകത്ത് പറയുമ്പം ബേസിക് 10th ലെവൽ ക്വസ്റ്റ്യൻസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ക്വാണ്ടിന്റെ പ്രത്യേക രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഡിഫിക്കൽട്ടി ലെവൽ ഭയങ്കര ഹൈ ആയിരിക്കും. ബേസിക് കൺസെപ്റ്റ്സ് ഒക്കെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണെങ്കിൽ പോലും ഡിഫിക്കൽട്ടി ലെവൽ വളരെ ടഫ് ഹൈ ആയിരിക്കും. ഒപ്പം തന്നെ ടൈം നമുക്ക് വളരെ കുറവായിരിക്കും. നമുക്കറിയാം 76 ചോദ്യങ്ങളാണ്, 76 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ 76 ക്വസ്റ്റ്യനിൽ നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് 76 ക്വസ്റ്റ്യനിൽ നമുക്ക് സാധാരണ ക്യാറ്റിന് കഴിഞ്ഞ തവണയാണെങ്കിൽ 226 ടോട്ടൽ മാർക്ക് കിട്ടിയത്, ഹയസ്റ്റ് മാർക്ക്. അപ്പൊ അതിൽ എനിക്ക് തോന്നുന്നു ഹയസ്റ്റ് മാർക്ക് കിട്ടിയ അറൌണ്ട് 160 സംതിങ് ഒക്കെയാണ്. അതാണ് ഹയസ്റ്റ് മാർക്ക് കിട്ടിയത്. കൃത്യമായിട്ട് ഞാൻ ഓർക്കുന്നില്ല, അത് മറ്റൊരു വീഡിയോയിൽ ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. 160 അറൌണ്ട് സംതിങ് ആണ് കഴിഞ്ഞ തവണ ഹയസ്റ്റ് കിട്ടിയത്. അപ്പൊ അതാണ് 100% ആയിട്ട് വന്നത്. അപ്പൊ നമുക്ക് ഏകദേശം എത്ര സ്കോർ ചെയ്യണം എന്നൊരു ഇതിനകത്ത് ട്രെൻഡ് മനസ്സിലാവും. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം. അപ്പൊ 76 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യല് അതിന്റെ ആവശ്യമില്ല നല്ല സ്കോർ കിട്ടാനായിട്ട്. അപ്പൊ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒരു ആവറേജ് നമുക്ക് കിട്ടുന്ന ഒരു 4 മുതൽ 5 സമയം വരെ, 4 മിനിറ്റ് ഒക്കെയാണ് ഒരു ക്വസ്റ്റ്യന് ഇപ്പം നമുക്ക് ആവറേജ് കിട്ടുന്നത്. അപ്പം അതാണ് ഇതിനകത്തൊരു ഒരു ടൈം ഫാക്ടർ തന്നെ. അപ്പൊ ടൈം വളരെ പ്രധാനപ്പെട്ടാണ്. ചിലപ്പോൾ നമുക്ക് 5, 6, 7, 10 മിനിറ്റ് ഒക്കെ എടുത്താൽ ചിലപ്പോൾ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. പക്ഷെ അത്രയും സമയം നമുക്കില്ല. ഡിഫിക്കൽട്ടി ലെവലും ഹൈ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ആയിട്ട് സോൾവ് ചെയ്യേണ്ടി വരും. അതാണ് ക്വാണ്ട് ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത. ഇത് ഞാൻ പറയാൻ കാരണം, ക്വാണ്ടും ഇതുപോലെ നമ്മുടെ പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കാവുന്ന ഒരു ഏരിയയാണ്. കുറച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നത് ക്വാണ്ടിന് സഹായിക്കും. ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ ഇവരുടെ ഓർഗനൈസ് ചെയ്യുന്ന IIMs ഒക്കെ തന്നെ കുറെ മോക്ക് ടെസ്റ്റുകളൊക്കെ, ആ ടീമിൽ തന്നെ കുറെ മോക്ക് ടെസ്റ്റുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇനി ക്വാണ്ടിന്റെ സിലബസിലെ ചില ഏരിയാസ് നമുക്ക് നോക്കാം. അത് ക്വാണ്ടിന്റെ സിലബസിലെ ചില ഏരിയാസ് ആണ്. ക്വാണ്ട് എപ്പോഴും ക്യാറ്റ് ഒരു സർപ്രൈസ് എക്സാം എന്നാണ് പറയാറ്. ഇപ്പോഴാണ് എല്ലാ തവണയും എന്തെങ്കിലും പുതിയ ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഇതൊക്കെ ഒരു കോമൺ ഏരിയാസ് ആണ്. ഇതിൽ പറയുമ്പോൾ എടുത്തു പറയരുത് ഇത് ഇമ്പോർട്ടന്റ് ഏരിയാസ് മാത്രമാണ്. ഇമ്പോർട്ടന്റ് എന്ന് പറയുമ്പോൾ ഇതിൽ കുറച്ച് ഏരിയാസ് മാത്രമാണ്. ഇതിനപ്പുറത്തേക്കുള്ള ഒരുപാട് ഏരിയാസ് ഉണ്ട്. ഇതിനപ്പുറത്തേക്കുള്ള ഒരുപാട് ഏരിയാസ് ക്യാറ്റ് കവർ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് കണ്ടുവരുന്ന ചില ഏരിയാസ് ആണ്. ഇത് ലിമിറ്റഡ് ഏരിയ ആണ്. ഇതിലും ഡെപ്ത് ഉള്ള പല ഏരിയാസും ഉണ്ട്. ഇത് ഒരിക്കലും ലിസ്റ്റ് കംപ്ലീറ്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതിൽ കുറച്ച് ഏരിയാസ് മെൻഷൻ ചെയ്തേക്കുന്നതാണ്. ഇതിലൊക്കെയുള്ള കുറെ ചോദ്യങ്ങളൊക്കെ നമ്മൾ കവർ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഈ ഏരിയയൊക്കെ ആയിരിക്കും നമ്മൾ ക്വാണ്ട് റിലേറ്റഡിൽ നമ്മൾ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇതാണ് ഇൻഡെപ്ത് ആയിട്ട് പറയുകയാണെങ്കിൽ ഇതിന്റെ സിലബസിന്റെ ഒരു രീതിയൊക്കെ. ഇനി ഫൈനലി നമുക്ക് ഞാൻ അവസാനം പറയുന്ന ഒരു ഫാക്ടർ കൂടെ. അടുത്തതായി നമുക്ക് ഈ കട്ട് ഓഫ് സ്കോറിനെ പറ്റി, പെർസെന്റേജ് കട്ട് ഓഫ് സ്കോറിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ ബ്രീഫായിട്ട് കട്ട് ഓഫ് സ്കോറിന്റെ ഒരു ലോജിക്ക് ഇവിടെ പറയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന പോലെ നിരവധി ആൾക്കാർ, ഏകദേശം 2.5 ലക്ഷത്തോളം ആളുകൾ എഴുതുന്ന എക്സാം ആണ് ഈ ക്യാറ്റ് എന്ന് പറയുന്നത്. 2.4 എന്നൊക്കെയാണ് ക്യാറ്റ് എക്സാമിന്റെ ഒരു ടോട്ടൽ ഓൾ ഇന്ത്യ ലെവലിൽ വരുന്നത്. അപ്പം ഇതില് പെർസെന്റേജ് എന്ന് പറയുന്ന ഒരു ഫിഗർ, പെർസെന്റേജിലാണ് കൂടുതൽ ഡിസ്കസ് ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ പെർസെന്റേജിലാണ് ഒരു മാനദണ്ഡമായിട്ട് വരുന്നത്. സ്കോറിനേക്കാൾ ഉപരി നമ്മൾ കെമാറ്റിനൊക്കെ നമ്മൾ സ്കോർ ആണ് പറയുന്നത്. നമ്മൾ 72 ഔട്ട് ഓഫ് 720 എന്നൊക്കെ പറയുന്ന 10% ആണ്. പക്ഷെ പെർസെന്റേജിൽ എന്താന്ന് നമ്മൾ മുമ്പ് പല വീഡിയോയിലും സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയുടെ കോണ്ടെക്സ്റ്റ് പെർസെന്റേജ് എന്താന്ന് പറയുകയാണെങ്കിൽ, പെർസെന്റേജ് എന്ന് പറഞ്ഞ ഒരു റിലേറ്റീവ് പൊസിഷൻ ആണ്. അപ്പൊ നമ്മള് ഒരു 100 പേര് പരീക്ഷ എഴുതി വിചാരിക്കാം. 100 പേര് പരീക്ഷ എഴുതിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മൂന്നാമത്തെ റാങ്ക് കിട്ടി. കിട്ടിയതിന്റെ അർത്ഥം എന്താണ്? 97 പേര് നമ്മുടെ പുറകിലുണ്ട്, അല്ലെ? 97 പേര് നമ്മുടെ പുറകിലുണ്ട്. അപ്പൊ നമ്മള് റാങ്ക് 3 കിട്ടിയിട്ടുണ്ടെങ്കിൽ, മൂന്നാമത്തെ റാങ്ക് ആണെങ്കിൽ നമ്മൾ പറയും ആക്ച്വലി 97 പേര് നമ്മുടെ പുറകിലുണ്ട് എന്ന് പറയാൻ സൂചിപ്പിക്കാനായിട്ട് നമ്മൾ 97% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 97% കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഓക്കെ, അപ്പൊ പെർസെന്റേജ് കൂടുക എന്ന് പറഞ്ഞ ഒരു പൊസിഷൻ ആണ്. നമ്മുടെ മൊത്തത്തിലുള്ള ആളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പൊ യൂഷ്വലി കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് ഏറ്റവും ഹയസ്റ്റ് മാർക്ക് വന്ന ആളുകൾക്ക് 100% കൊടുക്കും. ഏറ്റവും ഹയസ്റ്റ് മാർക്ക് വന്ന ആളുകൾക്ക് 100% കൊടുക്കും. കഴിഞ്ഞ ക്യാറ്റിന് കറക്റ്റ് ഒരു 3 പേർക്കായിട്ടാണ് 100% കിട്ടിയത്. തൊട്ട് താഴോട്ടുള്ള ആൾക്കാർക്ക് 99.99 അങ്ങനെയാണ് ആ പെർസെന്റേജിലെ ഒരു കണക്ക് പോകുന്നത്. അപ്പൊ ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഇപ്പൊ നമുക്ക് ഇന്ത്യയിലെ ഏറ്റവും ലീഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറയുന്ന IIMs ആണ്. IIMs തന്നെ നമുക്ക് 20 IIMs ആണ് നമുക്കുള്ളത്. കുറച്ച് ന്യൂ ബേബി IIMs തന്നെ, പുതിയ IIMs ഉണ്ട്. അതുകൂടാണ്ട്
നമുക്ക് മുമ്പ് വർഷങ്ങളായിട്ടുള്ള IIM അഹമ്മദാബാദ്, കൽക്കട്ട, നമ്മുടെ കോഴിക്കോടുള്ള IIM, ബാംഗ്ലൂർ IIM, ഇൻഡോറിലുള്ള IIM, അപ്പൊ അങ്ങനെ അഗൈൻ ലക്നൗ IIM, അങ്ങനെ ഇതൊക്കെയാണ് പഴയ IIMകൾ അറിയപ്പെടുന്നത്. ശേഷമുള്ള പുതിയ IIM കൂടി ഏകദേശം 20ഓളം IIMകൾ ഉണ്ട്. അപ്പൊ അവിടെയൊക്കെയാണ് കൂടുതൽ പ്രിഫറൻസുകളുണ്ട്. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള FMS ഡൽഹി പോലെയുള്ള ഫേമസ് ആയിട്ടുള്ള ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഈ പറയുന്ന കട്ട് ഓഫ് പെർസെന്റേജ് ബേസ് ചെയ്തിട്ടാണ് അഡ്മിഷൻ എടുക്കുന്നത്. ഇപ്പം നിലവിൽ IIMസിന്റെ ഒക്കെ വെബ്സൈറ്റുകൾ കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കട്ട് ഓഫ് എത്രയാണ് അവരുടെ കട്ട് ഓഫ് എന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഈ IIMസിലും അല്ലെങ്കിൽ ക്യാറ്റ് എക്സാമിന്റെ പ്രത്യേകത സെക്ഷണൽ കട്ട് ഓഫ് അവിടെ ഉണ്ട്. സെക്ഷണൽ കട്ട് ഓഫ്, അപ്പൊ നമുക്ക് ഓരോ സെക്ഷനുമുള്ള കട്ട് ഓഫും ടോട്ടൽ ഓവറോൾ കട്ട് ഓഫ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ വെബ്സൈറ്റുകളിലൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം റീസണിങ്ങിന് എത്രയാണ് കട്ട് ഓഫ്, അല്ലെ സോറി പിന്നെ റീഡിംഗ് കോമ്പ്രിഹെൻഷൻ എത്രയാണ് കട്ട് ഓഫ്, LRDIക്ക് എത്രയാണ് കട്ട് ഓഫ്, അഗെയിൻ ക്വാണ്ടിന് എത്രയാണ് കട്ട് ഓഫ് എന്നൊക്കെ ഉള്ളത് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഓവറോൾ കട്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഫിഗർ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇതെല്ലാം ഒരു ടോട്ടൽ ഇതൊക്കെ അഡ്മിഷന്റെ ക്രൈറ്റീരിയ ആണ്. ഇത് കൂടാണ്ട് നിരവധി ക്രൈറ്റീരിയാസ് ഉണ്ട്. നമ്മുടെ ഈ ക്വാളിഫയിങ് സ്കോർ മാത്രമല്ല, നമ്മുടെ 10th മുതലുള്ള സ്കോർ, 10th +2 ഗ്രാജുവേഷൻ സ്കോർ, ഈവൻ വർക്ക് എക്സ്പീരിയൻസ്, ഇതൊക്കെ ഈ പറയുന്ന IIMൽ പ്രവേശനത്തിന് വേണ്ടി അല്ലെങ്കിൽ ടോപ്പ് MBA കോളേജുകൾ പ്രവേശനത്തിന് വേണ്ടിയുള്ള മാനദണ്ഡങ്ങളാണ്. ഒപ്പം തന്നെ ഇന്റർവ്യൂള്ള പെർഫോമൻസ് എല്ലാം പ്രധാനപ്പെട്ടാണ്. ഇതിൽ വേറൊരു രസകരമായ വസ്തുത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോൺ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടുള്ള ആൾക്കാർക്ക് ബോണസ് പോയിന്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റം വരെ പോലും IIMസുകൾ അല്ലെങ്കിൽ ലീഡിംഗ് MBA കോളേജുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് ബോണസ് പോയിന്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു അക്കാഡമിക് ഡൈവേഴ്സിറ്റിക്ക് വേണ്ടിയാണ്. സാധാരണ എഞ്ചിനീയറിംഗ് സൈഡിൽ നിന്നുള്ള ആൾക്കാർ കൂടുതൽ സ്കോർ ചെയ്യാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഒരു ബോണസ് സിസ്റ്റം നോൺ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്, BCom BBA ഒക്കെ നോൺ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക് ഒരു ബോണസ് പോയിന്റ് സിസ്റ്റം പോലും ലീഡിംഗ് MBA അല്ലെങ്കിൽ B സ്കൂൾസുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം മസ്റ്റായിട്ട് നിങ്ങൾ എല്ലാവരും മികച്ച ലീഡിംഗ് MBA കോളേജുകളിലേക്ക് ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ മികച്ച മാനേജ്മെന്റ് സ്ഥാപനങ്ങളിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഈ പറയുന്ന ക്യാറ്റ് എക്സാം എഴുതുക, അറ്റംപ്റ്റ് ചെയ്യുകയും ചെയ്യണം. നല്ലൊരു പ്രിപ്പറേഷൻ ആവശ്യമുള്ള എക്സാം കൂടിയാണ് ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും ഇൻഫർമേഷനോട് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നു. പ്രിപ്പറേറ്ററി ഫോക്കസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഏരിയാസ് ഫോക്കസ് ചെയ്തിട്ടുള്ള, ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് വളരെ വാസ്റ്റ് ആണ്, എന്നാൽ പോലും നമുക്ക് പ്രീവിയസിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഏരിയാസിലുള്ള ഡിസ്കഷൻ ഒക്കെ വരും വീഡിയോസിൽ കണ്ടക്ട് ചെയ്യാം. ഒപ്പം തന്നെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പല വീഡിയോസുകൾ നമുക്ക് ഇൻ ബിറ്റ്വീൻ ചെയ്യാം. നമുക്ക് പെർസെന്റേജുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കട്ട് ഓഫ് സ്കോറുകൾ, ഓരോ IIMസിലെ കട്ട് ഓഫ് സ്കോറുകൾ, ഇവൻ പ്രിപ്പറേറ്ററി സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് പ്ലാൻ ഔട്ട് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഓൾ ഓഫ് യു ടേക്ക് കെയർ, സ്റ്റേ സേഫ്. എല്ലാവർക്കും ഹാപ്പി ഓണം, നല്ലൊരു ഓണം ആശംസിക്കുന്നു. ഓൾ ഓഫ് യു ടേക്ക് കെയർ, ബൈ.